29-ാം തീയതിയില് പോളിംഗ് ദിവസത്തിന് വേണ്ടി എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കും. നിലമ്പൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം ആയിരങ്ങൾ തന്നെ സംബന്ധിച്ചുകൊണ്ട് ഉത്തരവാദിത്വ ബോധമാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരുകാർക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഭരണമാറ്റത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ലൊരു റഫറിംഗായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ കളമൊരുക്കിയവർക്ക് നമുക്ക് നന്ദി പറയാം. കേരളത്തെ ഭരണപരാജയത്തിന്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മനുഷ്യർക്കും രക്ഷയില്ല. അതേ അവസരത്തിൽ വന്യജീവികൾ മനുഷ്യരെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരളത്തെ കാർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് പരിഹരിക്കാനുള്ള ചുമതലയുള്ള ഭരണകൂടം നിസ്സംഗതയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. ഞങ്ങളോടുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മുഴുവൻ മാനിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നിലമ്പൂരിലെ വോട്ടർമാർ ഒരു ഉത്തരവാദിത്വത്തോടെ തന്നെ അത് കാണുകയാണ്. കേരളം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും സാംസ്കാരികമായും മത സൗഹാർദ്ദപരമായിട്ടുമൊക്കെ മാതൃക കാഴ്ചവെക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ ആ നല്ല പേര് നമുക്കെന്നും നിലനിർത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ തന്നെ കേരളത്തിന് വേണ്ടതുണ്ട്. ഇത് ജനങ്ങളിൽ നിന്നും എങ്ങനെയെല്ലാം അകൽച്ച പാലിക്കാം എന്ന് കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനവുമായിട്ടാണ് കേരളത്തിലെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി കാഴ്ചവെക്കുന്ന ജനസമ്പർക്കത്തിൻ്റെതായിട്ടുള്ള ഒരു ഭരണമാണ്. തൊട്ടുമുമ്പ് വരിച്ച നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളം കണ്ട് പരിചയിച്ച, ഏറെ അഭിമാനിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ അന്വേഷിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ ശ്രദ്ധിച്ചു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടികൾ. ഒരു മുഖ്യമന്ത്രി അതുപോലെ സംസ്ഥാനത്തെ ജനങ്ങളും ഏത് നിലയിലാണ് ബന്ധം സ്ഥാപിക്കേണ്ടത് എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു ഭരണകർത്താവിന് വേണ്ടതായ മുഴുവൻ ഉത്തരവാദിത്വവും മികവും അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം നമുക്കറിയാൻ ഓടി നടക്കുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അദ്ദേഹം നിരന്തരമായി ഓടി നടന്നു ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി. മഹാനായ മുൻ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഓടിയായിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രധാനമന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയും ഒറ്റപ്പെടലും ഇതെല്ലാം മാത്രമായിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ തരിപ്പണമാക്കിയ ഒരു ഭരണ സംവിധാനം അതിനെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിനാവശ്യമായ ഒക്കെ ഇവിടെ വേണ്ടിയിരുന്നു. പക്ഷേ ദാരിദ്ര്യത്തിന്റെ ആ പ്രതിസന്ധിയിൽ
അതിനെ മറികടക്കുന്നതിന് വേണ്ടി മഹാനായ ജവഹർലാൽ നെഹ്റു ഓടി നടക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അദ്ദേഹം സഞ്ചരിച്ചു. ഓരോ ലോകരാഷ്ട്രങ്ങളിലും അവിടെ ഗോതമ്പുണ്ടോ അരിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ധീരമായിട്ടുള്ള യാത്രകളും അദ്ദേഹത്തിന്റെ പര്യടനങ്ങളും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. അതിനുശേഷം കോൺഗ്രസ് ഭരണം ഇവിടെ 30 വർഷക്കാലം നിരന്തരമായി തുടർന്നു എന്ന് നമുക്കറിയാം. ആ കോൺഗ്രസ് ഭരണത്തിന്റെ അതിന്റെ അവസാനത്തെ പ്രതിനിധിയായിരുന്ന ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ത്യ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിക്കൊണ്ടാണ് അന്ന് UPA ഗവൺമെന്റ് പാർലമെന്റിൽ പ്രവർത്തിച്ചത്. രാജ്യത്തിന്റെ ഭക്ഷ്യ മേഖല സുരക്ഷിതമാക്കുവാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് സാധിച്ചു എന്നുള്ളത്. അപ്പൊ ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണം, അതാണ് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് ഘടകകക്ഷിയോട് UDF-ന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നത്. അതുതന്നെയാണ് ഇനിയും നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതിന് ജനങ്ങൾക്ക് കരുത്തു പകരാനുള്ള, ജനാധിപത്യ വിശ്വാസികളും കരുത്തും ആവേശം പകരുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് കണ്ണൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിനെ ജനാധിപത്യത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു. ഒരു ഭരണാധികാരി നിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ നിലമ്പൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മുനിസിപ്പാലിറ്റിയായപ്പോൾ മുനിസിപ്പൽ ചെയർമാനായി. ആ സമൂഹത്തിലൊക്കെ ആര്യാടൻ ഷൗക്കത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്, ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള അംഗീകാരം, യൂണിസെഫിന്റെ പോലും അംഗീകാരം നേടിയിട്ടുള്ള ബാലക്ഷേമ പരിപാടികൾ. അപ്പൊ ഇത്തരം ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുവാൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ആയിരുന്നല്ലോ കേരളം കണ്ട ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയായിട്ട്, ഭരണാധികാരിയായിട്ട് അദ്ദേഹം പേരെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു പാരമ്പര്യം ഷൗക്കത്തിന് ഉണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ അതിനെല്ലാം അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ പ്രയോജനപ്പെടുത്തുക. ഇവിടെ നേരത്തെ പറഞ്ഞു ഇടത് പക്ഷമുള്ള ഒറ്റ വോട്ടുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കുടിശ്ശികയുടെ ഗവൺമെന്റാണ്. ഏത് മേഖലയിൽ കുടിശ്ശികയാണ്. പക്ഷെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. പിന്നെ നമ്മൾ അതിനൊപ്പം കൂട്ടി വായിക്കാൻ പറ്റുന്ന കാര്യം കുടിയാണ്. കുടിയും കുടിശ്ശികയുമാണ്. കുടി എന്ന് പറഞ്ഞാൽ മദ്യശാലകളെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു, മദ്യശാലകൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുടിയും കുടിശ്ശികയുടെ ഒരു ഗവൺമെന്റായി 2 വർഷം നേടി മാറിയിരിക്കുകയാണ്. അതിനെ തിരുത്താനുള്ള ഒരു നല്ല അവസരമാണ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. അതെല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം. പ്രിയപ്പെട്ട ഷൗക്കത്തിനെ ഐക്യ ജനാധിപത്യ മുന്നണി ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി. ജയ്.